ഹേ ഗായ്സ്, മഹാരാജ എന്ന് പറഞ്ഞിട്ട് വിജയ് സേതുപതിൻ്റെ പുതിയൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. സിനിമ ഇന്ന് പോയി കണ്ട്. അപ്പോൾ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. സിനിമ കാണാൻ പോകണ്ടെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു അഭിപ്രായം പറയാൻ എനിക്ക് തോന്നി. ആ സിനിമയെക്കുറിച്ച് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നു. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ. വിജയ് സേതുപതിൻ്റെ 50ാമത്തെ സിനിമയായിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഒരു ഹൈപ്പും ഇല്ലാണ്ടാണ് പടം വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് മെയിനായിട്ടുള്ള റീസൺ? ഹൈപ്പൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് അറിയാം. പുള്ളിയുടെ എത്രയോ പടങ്ങളാണ് ഇപ്പം അടുത്തടുത്ത് പൊട്ടിയിട്ടിരിക്കുന്നത്. അവസാനമായിട്ട് സോളോ ആയിട്ട് പുള്ളി വന്ന് ജയിച്ച പടം ഏതടേ? 96 എനിക്ക് ഓർമ്മയൊന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതിനുശേഷം പിന്നെ പുള്ളി സഹനടനായി വില്ലനായി കഴിഞ്ഞപ്പോൾ പിന്നെ വില്ലനോട് വില്ലൻ. അപ്പം അങ്ങനെ 50ാമത്തെ പടം എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പില്ലാണ്ടാണ് സത്യം പറഞ്ഞാൽ സിനിമ കേരളത്തിൽ വന്നത്. ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ആലോചിച്ചു, ഈശ്വര ഇത് അടുത്ത ബോംബ് തന്നെയായിരിക്കും എന്ന് ആലോചിച്ചത്. പക്ഷേ പടം ഒറ്റ വാക്കിൽ പൊളിച്ചടിക്കടി കൊള്ളാമെന്ന് പറഞ്ഞാൽ കിടിലം പടം. എനിക്കിഷ്ടമായി. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പം കണ്ടതിന് ശേഷം വന്നിട്ട് അയ്യടേ ഇവൻ എന്തിനാണ് ഈ പടത്തിന് ഇത്രയൊക്കെ പറഞ്ഞത് എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലടേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ ആലോചിച്ചാൽ സിനിമയുടെ കഥ എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത്രയേ ഉള്ളല്ലേ എന്ന് തോന്നും. സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വൺ ലൈനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എത്രയോ സിനിമകളിൽ സ്ഥിരം കണ്ട കഥയാണ്. ആ കഥയാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ പ്രസൻറ്റേഷനിലാണ് ഇവർക്ക് മാർക്ക് കൊടുക്കേണ്ടത് 110%. സിനിമ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ആ സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നോൺ ലീനിയർ ടൈപ്പിലാണ് സ്റ്റോറി പറയുന്നത്. ആ സ്റ്റോറി ടെല്ലിംഗ് ആണ് അതിന് കൈയടി കൊടുക്കാതിരിക്കാൻ പറ്റണില്ല. ആ രീതിയിൽ പിന്നെ ആ ഒരു സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ പടം പൊട്ടും. 8 നില പൊട്ടുന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ ആ ഒരു നോൺ ലീനിയർ ടൈപ്പിൽ ആ കഥ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളിടത്താണ് സിനിമയുടെ വെച്ച്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ സിനിമകളിൽ കണ്ടിട്ടുള്ള സെയിം പ്ലോട്ട് തന്നെയാണ്. പക്ഷെ അത് ആ പ്രസൻറ്റേഷൻ, ആ പറഞ്ഞ ആ സ്റ്റോറി ടെല്ല് ചെയ്തിട്ടുള്ള ആ ഒരു വേ ഉണ്ട്, അതിനാണ് കൈയ്യടി കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാനത് വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് വളരെയധികം ഇഷ്ടമായി. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നടക്കണത്, ഇതെങ്ങനെയാണ് പോകണത്, ഇത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് അങ്ങനെ പോകണു, ഇങ്ങോട്ട് നിന്ന് ഇങ്ങനെ വരുന്നു, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ കിടിലം പോലെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പണി അറിയുന്നവരാണ് ഡയറക്ടർ എന്നുള്ളത് 100% ഉറപ്പാണ്. പണി അറിയാം, പുള്ളിക്ക് പണി അറിയാമെന്നുള്ളത് പുള്ളി തെളിയിച്ചു കഴിഞ്ഞു ഒറ്റ പടത്തിലൂടെ. ഫസ്റ്റ് പടമാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പുള്ളിയുടെ ആദ്യത്തെ പടമെന്ന് അറിയില്ല. പുള്ളിയുടെ പേര്, പുള്ളി തന്നെ റൈറ്ററും കേട്ടോ, പുള്ളിയുടെ പേര് മറ്റേണ്ട നിതിലൻ സ്വാമിനാഥൻ എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. റൈറ്ററും ഡയറക്ടറും പുള്ളി തന്നെയാണ്. പിന്നെ ദിനേശ് പുരുഷോത്തമനാണ് DOP ചെയ്തിരിക്കുന്നത്. പുരുഷോത്തമൻ മലയാളിയാണോ? മ്യൂസിക് അജനീഷ് ലോക്നാഥ്. അതുപോലെ എഡിറ്റിംഗ് ഫിലോമിൻ രാജ്. പുള്ളിയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കണത്, ചുമ്മാ അല്ലടേ. കൈദി, മാസ്റ്റർ, വിക്രം ഇതിൻ്റെയൊക്കെ എഡിറ്ററാണ് ഫിലോമിൻ രാജ്. പുള്ളിയുടെ വരാൻ പോകുന്ന പടങ്ങൾ കോഹ്ലിയുണ്ട്, മറ്റേ രജനിയുടെ മറ്റൊരു പടം ഉണ്ടല്ലോ വേട്ടയ്യാനോ, അതും പുള്ളി തന്നെയാണ് എഡിറ്റിംഗ് എന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ എഡിറ്റിങ്ങിലൂടെ പറഞ്ഞിട്ടുള്ള ആ സ്റ്റോറി ടെല്ലിങ് എഡിറ്റിങ്ങിലാണ് കൃത്യമായിട്ട് കളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ കേസ് അതുപോലെയാണ്. ആ ഒരു സീനൊക്കെ ഉണ്ട്, ഒരു ഇൻ്റർവെൽ സീനൊക്കെ ഉണ്ട്, ഇൻ്റർവെൽ തൊട്ടുമ്പോഴൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആ ഒരു മ്യൂസിക് ആ എലവേറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് എല്ലാ രീതിയിലും ബ്ലെൻഡ് ആയിട്ടാണ് എല്ലാ സ്ഥലത്തും മ്യൂസിക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് പുള്ളിക്ക് കൈയ്യടി കൊടുക്കണം. അതുപോലെ തന്നെയാണ് ക്യാമറ വർക്കായാലും നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ടുള്ള ഫ്രെയിമിങ്ങും കാര്യങ്ങളും ആ ഒരു സ്റ്റോറി ടെല്ലിങ് കൃത്യമായിട്ട് പറയേണ്ട എല്ലാ വർക്കും എല്ലാ പണിയും പുള്ളി ചെയ്തിട്ടുണ്ട്. ആക്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ വിജയ് സേതുപതി കിടിലം ആക്ടറാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇത്ര പടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ അതിനിടെ പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് പുള്ളിയുടെ 100% ആണ്. ആക്ടിങ് എങ്ങനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി ആക്ടിങ് ആണ്. അത് പെർഫോം ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തോ പ്രാണി, അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കൃത്യമായിട്ടത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്.
ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട് പുള്ളി എത്ര ഈസി ആയിട്ട് ചെയ്തിരിക്കണമെന്നാണോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴിലൊക്കെ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ടോപ്പ് 1 ടയർ 1 ആക്ടറൊക്കെ ഉണ്ട്. ഞാൻ ആരാന്ന് എടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയുന്നില്ല. പുള്ളിയുടെയൊക്കെ ഇമോഷണൽ സീനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഡയറക്ടർ കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയും. പക്ഷേ അതിനപ്പുറം എപ്പോഴും ഇമോഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു എടുത്തടിച്ച് പറയുന്നതിനെക്കാട്ടിയും അല്ലെങ്കിൽ വെറുതെ കരയുന്നതിനെക്കാട്ടിയും ജസ്റ്റ് ആ വെറുതെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കണ്ണിലൂടെ അല്ലെങ്കിൽ മുഖത്ത് ഭാവങ്ങളിലൂടെ അലറി വിളിക്കാതെയുള്ള എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതാണ് കൃത്യമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് ടച്ച് ചെയ്യുന്ന അത്തരത്തിലുള്ള ആക്ടിങ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ അങ്ങനെയൊക്കെ ഒരു സീൻ ഉണ്ടറിയോ, പുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണ് പീസ് ഓഫ് കേക്ക്, ഓക്കെ റെഡി സാർ, ആക്ഷൻ കട്ട്, ഒറ്റ ടേക്കിൽ ശരിയാക്കി എന്നുള്ള രീതിയിൽ എന്ത് ലാഭത്തോടാണ് ചെയ്തിരിക്കണമെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ആ രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത് പുള്ളിയുണ്ട്, വിജയസേതുപതിയുണ്ട്, പിന്നെ പുള്ളിയുടെ മോളായിട്ട് ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര് ഞാൻ നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ആ കുട്ടീൻ്റെ പെർഫോമൻസ് കിടുവായിരുന്നു. പിന്നെ അനുരാഗ് കശ്യപാണ് മെയിനായിട്ടുള്ള നെക്സ്റ്റ് ക്യാരക്ടർ. പിന്നെ മമത മോഹൻദാസ് ഒക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് വന്ന് ചെയ്യേണ്ട ഒരു റോളൊന്നും അല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു സ്പേസ് ഇല്ല ആ ഒരു ക്യാരക്ടറിന്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല. പക്ഷേ പുള്ളി ഉള്ള സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു റോളാണ്, പക്ഷെ എന്നാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് വന്നു പോകുന്ന ഏതൊരാളായിക്കോട്ടെ, ഡയറക്ടർ പണി അറിയാവുന്നവരെ കൊണ്ട് വരുത്തി അവരുടെ പണി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തെടുത്ത് പറഞ്ഞു വിട്ട് ആ രീതിയിലാണ് എല്ലാ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടം കേരളത്തിലേക്ക് ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വഴി കൃത്യമായിട്ട് കയറി വരണം എന്നാണ് തോന്നിയിട്ടുള്ളത്. വരണം, കാരണം തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. കാരണം ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നഷ്ടം വരാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതല്ല. ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ്, അത് സ്പോയിലർ ആക്കേണ്ടതാണ്, കൂടുതൽ അങ്ങോട്ടേക്ക് പോകാത്തത്. ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് സംഭവം. അത് ക്ലൈമാക്സിലുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പം നമുക്ക് വേറെ പടങ്ങളൊക്കെ ആയിട്ട് സിമിലാരിറ്റീസ് തോന്നാണ്. പക്ഷെ അത് ഒരിക്കലും ആസ്വാദനത്തിനെ ബാധിച്ചിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ബാധിച്ചിട്ടില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഞാൻ കണ്ടു. പിന്നെ ഈ പടത്തിന് ട്രെയിലറും ടീസറും പോലും കാണാണ്ട് ഞാൻ പടത്തിന് പോയത്. എന്താണ് പടം, ഏതാണ് ട്രാക്ക്, ഏതാണ് ജോണർ എന്ന് പോലും നോക്കാണ്ട് ഞാൻ പോയിട്ട് പടം കണ്ടത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു രക്ഷയില്ല, ആക്ടിങ് ആയാലും പെർഫോമൻസസ് ആയാലും മേക്കിംഗ് ആയാലും കിടിലം പോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. അങ്ങനെ മോശമായിട്ട് പറയാൻ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഒന്നും തോന്നില്ലടി. അങ്ങനെ സംഭവം എനിക്ക് എടുത്ത് പറയുന്നില്ല, അങ്ങനെ തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, ബാക്കിയുള്ളവരും കൂടി അറിഞ്ഞോട്ടെ. ഓക്കെ.